ആകാശത്തിലെ കുരുവികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. ആകാശത്തിലെ കുരുവികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. കളപ്പുരകൾ കെട്ടുന്നില്ല, അളന്നളന്നു കൂട്ടുന്നില്ല. പങ്കുവെച്ചും പണയം വെച്ചും തങ്ങളിലകലുന്നില്ല. ആകാശത്തിലെ കുരുവികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. കനകം മൂലം കാമിനി മൂലം കലഹം കൂടുന്നു. 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 ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. സ്നേഹമെന്ന നിധിയും കൊണ്ടൊരു ദൈവപുത്രൻ വന്നു. സ്നേഹമെന്ന നിധിയും കൊണ്ടൊരു ദൈവപുത്രൻ വന്നു. കുരിശിലേറ്റി മുൾമുടി നൽകി കുരുടന്മാർ നമ്മൾ. കുരിശിലേറ്റി മുൾമുടി നൽകി കുരുടന്മാർ നമ്മൾ. ആകാശത്തിലെ കുരുവികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യം. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിനു ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നെന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നോക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിലൊന്നിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതിയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് അവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി.